കോവളം എന്നും പറഞ്ഞു തമിഴ്നാട്ടിലൊരു സ്ഥലത്ത് ചെന്നപ്പോൾ മഹാബലിവൻ അവിടെ ഒരു നല്ലൊരു ഗ്രാജുവേഷൻ്റെ ഒക്കെ അടുത്തൊരു നല്ല ഒരു അച്ഛൻ്റെ വലിയ കൂടെ നടക്കുന്ന ആളാണ്. എന്നോട് ചോദിക്കുകയാണ്, ഞങ്ങൾക്കിഷ്ടം മാതാവിനേക്കാളും കൂടുതൽ സരസ്വതിയാണ്. അമ്മയായമ്മ എന്താണ് കാണാൻ അതാണ് ഭംഗി, അവൻ്റെ കണ്ണിൽ അത് ഭംഗിയാണ്. കണ്ടോ പോണ പോക്ക് കണ്ടില്ലേ? എന്തുകൊണ്ടാണ്? തിത്തോസ് 1:15-16 നിർമ്മല ഹൃദയർക്കെല്ലാം നിർമ്മലമാണ്, മലിന ഹൃദയർക്കും അവിശ്വാസികൾക്കും എല്ലാം കണ്ടോ? അവരുടെ ഹൃദയവും മനസ്സാക്ഷിയും ദുഷിച്ചതാണ്. ഞാൻ പിടിച്ചവനെ ഇരുത്തി കൗൺസിൽ ചെയ്യാനായിട്ട് ഇരുത്തി. 1 മണിയായപ്പോൾ അവന് ഇതിലൊന്നും ശ്രദ്ധയില്ല. അവന് പട്ടിയുമായിട്ട് കളിക്കണം. പട്ടി എന്താണ്? വലിയൊരു പട്ടിയുണ്ട് 2 അതുമായിട്ട് വേണം അവൻ്റെ കളി മുഴുവൻ. പട്ടി ഞാൻ 1:16 അധർമ്മി. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് മത്തായി 7:6 പട്ടിക്കും പന്നിക്കും. ഇപ്പൊ നിങ്ങൾക്ക് വചനം വേണ്ടെങ്കിൽ നിങ്ങളെന്ത് ചെയ്യും? ഒന്നെങ്കിൽ കൊണ്ട് മാലയിൽ എഴുതും, അല്ലെങ്കിൽ കൊണ്ട് എവിടെ എഴുതും? മാർക്കറ്റിൽ കൊണ്ട് എഴുതി വെക്കും. നിങ്ങൾക്ക് വേണ്ട. ഹൃദയത്തിൽ ആർക്കും വചനം കഴിയില്ല, സ്വീകരിക്കാൻ കഴിയില്ല. ഈശ്വരനും വേണ്ട. കണ്ടോ? ആരും അല്ലെങ്കിൽ നിങ്ങൾ സ്വീകരിച്ചാല് അവിടെയാണ് ഈ മാതാവിന്റെ കൃപ. ലൂക്ക 2:19 മാതാവിന്റെ കൃപ അവിടെയാ വരുന്നത്. ഹൃദയത്തിൽ വചനം സംഗ്രഹിക്കുമ്പോഴാണ്. ഹെയിൽ മേരി ഫുൾ ഓഫ് ഗ്രേസ് എന്നൊക്കെ പറയുന്നത് കൊണ്ടാണ് ഗ്രേസ് വരുന്നത്. കണ്ടോ? അതാണ് ബാറൂക്ക് പ്രവാചകൻ പറഞ്ഞ 4:1-4 വരെ അവിശ്വാസ്തര മക്കളെ മടങ്ങി വരാ. കണ്ടോ? എല്ലാം മടങ്ങി വരുവാൻ വായിക്കരുത്. അവ ഹൃദയത്തിലാണ് വചനം സംഗ്രഹിക്കേണ്ടത്. കണ്ടോ? അതാണ് ഈ 2 കൊറിന്തോസ് 3:3 വചനം ഹൃദയത്തിൽ. അതിനുവേണ്ടി നിങ്ങൾ വളരെയധികം പ്രാർത്ഥിക്കണം. രാത്രിയൊക്കെ കുറെ നേരം ഇരുന്നങ്ങോട്ട് പ്രാർത്ഥിക്കാൻ നേരം വിളിക്കണവര്. ഇപ്പൊ രാഷ്ട്രീയത്തിലേക്കാണെങ്കിൽ ഓടുമല്ല, കുറെ രൂപ കിട്ടാൻ പോണെന്ന് ഉറക്കമില്ലാതെ പോയല്ലേ ഇല്ലേ? കല്യാണത്തിന് ഡാൻസ് ചെയ്യാനാ ഇത് പാതിരം മുതൽ വെളുപ്പിന് വരെ എന്ന് ചെയ്യും ഇല്ലേ? അതിന്റെ പേരെന്തെന്നാണ് പറയുന്നത്? ആ ഡാൻസിന്റെ മധുരോത്സവം 1:10-4 1-5 വനം. അതിനാണോ മധുരോത്സവം? കണ്ടോ? അതാണ് ശരീരത്തെ സഹിച്ചു കഴിഞ്ഞാൽ പിന്നെ പാപത്തോട് വിടവ്. ഇപ്പൊ നിങ്ങളെയൊക്കെ കൊണ്ട് പിടിച്ചിട്ട് നല്ല അടിയടിച്ച് ഈശോയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞോ വിശ്വാസം കൂടുവോ പറയുമോ? പ്രൈസ് ദി ലോർഡ്. ഇതൊന്നും കിട്ടാതിരിക്കുന്നതുകൊണ്ടാണ്. കണ്ടോ? ഒരു പീഡനവും ഇല്ല, നല്ല സുഖം. കണ്ടോ? നല്ല പീഡനം വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. കണ്ടോ? വിശ്വാസം വർദ്ധിക്കും. അതാണ് ഈശോ പറഞ്ഞത്. വിശുദ്ധ പൗലോസിൽ കൂടി 1 കൊരിന്തോസ് 1:18 എന്താ പറഞ്ഞത്? അപ്പൊ ദൈവത്തിന് ശക്തിയുണ്ടോ? ഉണ്ടായില്ലേ? അതാ പൗലോസ് പറഞ്ഞത് 1 കൊരിന്തോസ് 4:20 ദൈവരാജ്യം വാക്കിലല്ല ശക്തിയിലാണ്. ഈ ശക്തി ഈശോ നമുക്ക് തരുമോ? ഇല്ല. തരും. റോമ 1:16-17 മനസ്സിലായ? ഇത്രയും കാലം ഈ ബൈബിള് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുസ്തകം എന്നും പറഞ്ഞിരിക്കുക വായിക്കാൻ ഏതാണ്ട്. കണ്ടോ? മനോരമ പോലെ, കലണ്ടർ പോലെ, അത് ഇതൊക്കെ. ആ അവസ്ഥയിൽ താത്തി ഈ വചനത്തെ. കണ്ടോ? പിശാച് അതുപോലെ കൊണ്ടുവന്ന് അവൻ താത്തി, എല്ലാവരിലും അവൻ അകറ്റി. വചനം കൊണ്ടുവന്നിട്ട് വളച്ചൊടിച്ച് തിരിച്ചു കൊണ്ടുവന്ന്. കണ്ടോ? മറിച്ച് മായം ചേർത്ത് കച്ചവടച്ചരക്കാക്കി എല്ലാവരും. 2 കൊരിന്തോസ് 2:17 വിശുദ്ധ പൗലോസ് പറയുന്നത് കൊണ്ടാണ് ഇത് കച്ചവടച്ചരക്കാൻ പാടില്ല. എന്താ പറയണത്? ദൈവസന്നിധിയിൽ വിശ്വസ്തരും ക്രിസ്തുവിൽ സംസാരിക്കുന്നു. അതാണ് 1 തെസ്സലോനിക്ക 2:4. അപ്പോഴാണ് ശുദ്ധ മനസ്സാക്ഷിയൊക്കെ ദൈവം തരുന്നത്. കണ്ടോ? ഈ മഹാത്മാഗാന്ധി ഇന്ത്യയിൽ ഇത്രയും ഇത് വന്നതാണ്. മഹാത്മാഗാന്ധിയുടെ ആത്മാവും ഇവിടുത്തെ ജോണിയുടെ ആത്മാവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടോ? ദൈവത്തിനുണ്ട് മഹാത്മാവ്. ഇതൊരു കാലിക്കറ്റ് ചെന്നപ്പോൾ 2 അഡ്വക്കേറ്റ്സിനോട് ചോദിച്ചതാണ്, മഹാത്മാഗാന്ധിനെ ഞങ്ങൾ പ്രത്യേകം കാണുന്നു. അത് നമുക്കാ തോന്നുന്നത്, ഈ ബുദ്ധിയിലിരിക്കുന്നവർക്ക്.
ദൈവത്തിന് ആത്മാവിനെയാണ് ദൈവം നോക്കുന്നത്. കണ്ടോ, നമ്മുടെ എല്ലാവരുടെ ആത്മാവാണോ ഒരുപോലെയാണ്. എഫേസ്യർ 2 17-19 ദൈവം ആത്മാവിനാണ് അഭിലഷിക്കുന്നത്. യാക്കോബ് 4:5. അവിടെ മഹാത്മാന്ന് പേരൊന്നുമില്ല. അവിടെ ആര് ദൈവത്തിന്റെ വചനം സ്വീകരിക്കുന്നു. അതുകൊണ്ടാണ് ഉൽപ്പത്തി 3:24 വാളിൽ കൂടി ഓരോരുത്തരും കടന്നു പോകാതെ രക്ഷയുണ്ടോ? ഇല്ല, കടക്കാൻ പറ്റില്ല. ദൈവരാജ്യത്തിലോട്ട് കാശ് കൊടുത്ത് പോകാൻ പറ്റുമോ? പണി പറ്റിക്കാമോ? കൈക്കൂലി കൊടുത്ത് കയറാൻ പറ്റുമോ? പിന്നെ ഏത് വഴിക്ക് പറ്റും? കപട വിനയം കാണിച്ച് പറ്റിക്കാൻ പറ്റുമോ ദൈവത്തെ? ഗലാത്യ 6:7 ദൈവത്തെ കബളിപ്പിക്കാൻ ആർക്കും സാധിക്കില്ല. ഇല്ലയോ? സാധിക്കുമോ? ദൈവത്തിന് മുഖം നോട്ടമുണ്ടോ? റോമ 2:11. ദൈവത്തിന് പക്ഷപാതമുണ്ടോ? മറ്റേയാൾ ഈറിത്താണ്, ഇയാൾ ഇതാണ്. ഈ വിഭാഗീയ ചിന്ത വന്നാൽ കർത്താവിന്റെ കൃപ കിട്ടുമോ? അതാണ് കിട്ടാത്തത്. മനസ്സായ വിഭാഗീയ ചിന്തയും കൊണ്ട് നടന്നാല് കൃപ കിട്ടില്ല. ഗലാത്യ 5:17-21 വനത്തിൽ 15 പാപമുണ്ട്. അതിൽ വിഭാഗീയ ചിന്ത ഉണ്ടോന്ന് നോക്ക്. ജഡത്തിന്റെ വ്യാപാരങ്ങൾ. അപ്പൊ ജഡീയനായി. കണ്ടോ? വ്യഭിചാരം, പിന്നെ അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത. അപ്പൊ വന്നോ വിഭാഗീയ. അപ്പൊ ഇനി വിഭാഗീയ ചിന്തയും കൊണ്ട് ഈ ബൈബിൾ പഠിക്കാൻ വരും നടക്കുവോ? ഇനി മരണം വരെ നടക്കുവോ? പ്രൈസ് ദി ലോർഡ്. അതാണ്, മറ്റതാണ്, ലത്തീനാണ്, മറ്റതാണ്, മറിച്ചതാണ്, ഇതും പറഞ്ഞ് നടക്കുമോ ഇനി? അത് നടന്നാൽ നമ്മുടെ കൃപയിൽ വരികയില്ല. നിങ്ങൾക്ക് ലോകം മുഴുവൻ കൊടുക്കാൻ സാധിക്കില്ല. ഉള്ളപ്പോയി അടിയും അടിച്ചു പോരും. മറ്റത് വല്ല അടിക്കാൻ സാധിക്കുമോ? ദൈവം അത്ര സംരക്ഷണം തരും. കണ്ടോ, ഞാൻ മിനിയാന്ന് കാലത്ത് ഒരു അനുഭവം ഉണ്ടായത്. ഞാൻ സങ്കീർത്തനം 91 എത്ര വചനമുണ്ട്. ആദ്യ കാലത്ത് ദൈവം വെളിപ്പെടുത്തി തന്നുകൊണ്ട് ഞാൻ എല്ലായിടത്തും ചെന്നിട്ട് പറഞ്ഞ സങ്കീർത്തനം 91. കണ്ടോ? അപ്പൊ എനിക്ക് മുഴുവൻ എതിർപ്പ് വരുന്ന സഹോദരികൾ നിന്നായിരുന്നു ആദ്യകാലത്ത്. പിന്നെയാണ് അന്ന് സഹോദരന്മാരും വേണ്ടിയല്ല, അറിഞ്ഞിട്ട് വേണ്ട പറയാൻ, അതുകൊണ്ട് വേണ്ടിയല്ല. മനസ്സിലായില്ലേ? മിഴിച്ചു നോക്കിയിരിക്കും വചനം പറയുമ്പോ. അത് കാണാപ്പടം പഠിച്ചാണെന്ന് പറയും. അല്ലെങ്കിൽ പറയും ഇങ്ങനെയുള്ള ബുദ്ധിയിലുള്ള കളിയാണ്. കണ്ടോ? അപ്പൊ ഈ സങ്കീർത്തനം 91 പ്രാർത്ഥിച്ച് വരുമ്പോ ദൈവം കാണിച്ചു തരികയാണ് സംരക്ഷണം. കണ്ടോ? ആ വചനം പലർക്ക് കൊടുത്തപ്പോ അത് ഒന്നുകൂടി വിശ്വാസം വർദ്ധിപ്പിക്കാനായിരുന്നു. ഞാൻ മെനിയാന്ന് രാവിലെ അവിടെ നിന്ന് ഗോവയിൽ നിന്ന് ഒരു സ്ഥലത്തുനിന്ന് എയർപോർട്ടിലോട്ട് പോകുന്ന വഴിക്ക് ഞങ്ങൾ 4 പേരുണ്ടായിരുന്നു. കാറ് ഓടിച്ച മുഴുവൻ മഞ്ഞായിരുന്നു സ്ഥലത്ത്. കാറ് തന്നെ കാണാം. പെട്ടെന്ന് വേറൊരു വണ്ടി ഇങ്ങോട്ട് വന്ന് സട്ടൻ അങ്ങോട്ട് ബ്രേക്ക് ഇട്ട് നിർത്തി. ഉടനെ ഞാൻ ചാടി താഴത്തോട്ട് നോക്കിയപ്പോ ഒരു 1/2 സെന്റിമീറ്ററിന്റെ വ്യത്യാസം നിൽക്കുകയാണ്. കണ്ടോ? അപ്പൊ ചൊല്ലിക്കൊണ്ടിരിക്കണം. അതിനേതാണെന്ന് അറിയാമോ? സങ്കീർത്തനം 91:14. അവിടെ വെച്ചാണ് സംഭവം. വേറെ ഏതെങ്കിലും ആയിരുന്നെങ്കിൽ എനിക്ക് പോകുന്നതാണ്. ആ വാക്കെന്ന് പോയത് കണ്ടോ? അവൻ എന്റെ നാമം, അതുകൊണ്ട് എന്നെ സംരക്ഷിക്കാം. നാമത്തിന്റെ ശക്തിയാണ് ഇത്. നാമവും ഇല്ല, ഒന്നുമില്ല, വല്ലതൊക്കെ കയറി. അതുകൊണ്ടാണ് ജെർമിയ 15:19 നിങ്ങളുടെ നാവ് സദ്വനങ്ങളാക്കിയ നാവ്. ഞാൻ ചെന്ന് കഴിഞ്ഞ ഉടനെ ഓടിച്ചെന്ന് വീട്ടിൽ ചെന്ന് പറയണോ? വേണ്ടേ? ജ്ഞാനത്തിൽ പറഞ്ഞോ വീട്ടുകാരോട്? വേണ്ട. മനസ്സായ ഇതുപോലെ അനേക സംഭവങ്ങളുണ്ടാകും ജീവിതത്തില്. 1:4-12-14 അപ്രതീക്ഷിതമായി എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ പേടിക്കുമോ? ഭയപ്പെടുമോ? ഇല്ല. നിങ്ങളെ ശക്തിപ്പെടുത്താനാണ് ദൈവത്തിന്റെ മാർഗം. അപ്പൊ ആ വചനത്തിന്റെ ശക്തി കാണിച്ചു തരാനാണ് ചൊല്ലിക്കൊണ്ട് നിൽക്കുമ്പോ ഈ സംഭവം നടന്നത്. കണ്ടോ? അപ്പോഴാണ് നോക്കുമ്പോ ഒരു വണ്ടി നേരെ പോയാലും താഴോട്ട് ഒരു വലിയ. കണ്ടോ? ആ ഭാഗത്ത് ഞാനായിരിക്കുന്നത്. അതിനെ എന്നെ ഫ്രണ്ടിൽ കയറ്റിയിരുത്തി. എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ ഇടയ്ക്കിങ്ങനെ തോന്നുകയാണ്. ലൂക്ക 17:5 മാറും. എന്താണ്? ഇടയ്ക്ക് രാവിലെ എഴുന്നേക്ക് ഒന്നും ഉണ്ടാകാതെ വരും. കണ്ടോ? രാവിലെ എഴുന്നേക്കുമ്പോ
ഇങ്ങനെ ഒച്ചയൊക്കെ ഉണ്ടാക്കി നടക്കണം. എന്ന് വെച്ചാൽ എഴുന്നേൽക്കുമ്പോൾ എല്ലാം ഒന്നും ഇല്ലാത്ത പോലെ അതിനാണ് ടെസ്റ്റ് ചെയ്ത് നടക്കണം. 2 കൊരിന്ത്യസ് 13:5 ഈശോ ഉണ്ടോ ഇല്ലെന്ന്. ഈശോ അല്ലെങ്കിൽ ഞരങ്ങിക്കൊണ്ടിരിക്കും, പേടി. ഇപ്പൊ വരും, അത് വരും, ഇത് വരും, ഇല്ലേ? എന്റെ മകനെ കണ്ടില്ലെങ്കിലാ, എന്ത് സംഭവിച്ചു കാണും, ഇങ്ങനെയുള്ള ചിന്തകൾ. അപ്പൊ സാത്താൻ വെറുതെ ഇരിക്കുക. അവൻ കൂട്ടിത്തരുമോ വലുതാക്കുമോ? വലുതാക്കും. ഭയം വലുതാക്കുവൻ. റോമ 8:15 ഭീരുത്വത്തിന്റെ ആത്മാവിനെ. ഇതുപോലെ തന്നെ നമ്മൾ മാനസാന്തരപ്പെടുത്തുമ്പോൾ എന്ത് ചെയ്യും? സ്നേഹം കുറച്ചു കൊടുക്കുക, കൂടുതൽ കൊടുക്കുക? കൂടുതൽ കൊടുക്കും. സ്നേഹം കൂടുതൽ കൊടുക്കുമ്പോൾ എന്ത് വരും? മാനസാന്തരം നടക്കും. സ്നേഹമാണ് മാനസാന്തരം കൊടുക്കുന്നത്. 1 യോഹന്നാൻ 4:18 അത് നോക്ക്, എന്ന് വായിച്ചോ. സ്നേഹം ഭയത്തെ ബഹിഷ്കരിക്കും. കണ്ടോ? അപ്പൊ ഭാര്യ ഭർത്താവിന് കൂടുതൽ സ്നേഹം കൊടുത്താലോ ഭർത്താവ് ശക്തനാവും. കേണ്ടാവും. ഉള്ള അലിവായും അതിനും സൂപ്പും കൊടുക്കണമല്ല നല്ലത്. സ്നേഹം കൊടുത്താല് ഭർത്താവ് ശക്തനാവും. 2 തിമോത്തി 1:7 വരും. അതിനാണ് ദൈവം ഭാര്യ സൃഷ്ടിച്ചു കൊടുത്തത് ഭർത്താവിന്, വാര്യല്ലെന്നൊന്ന്. കണ്ടോ? കണ്ടോ? അവ ശക്തി കൊടുത്താല് ഉൽപ്പത്തി 2:21-25 വനത്തില് ആദത്തിന്റെ വാര്യല്ലെന്നാണ് ഹവ്വായെ ദൈവം സൃഷ്ടിച്ചത്. അപ്പൊ ഭാര്യ വാര്യല്ലാണ്. ആ വാര്യല്ല ശക്തി കൊടുത്തില്ലെങ്കിലോ? കണ്ടോ? അതുകൊണ്ടാണ് മിസ്റ്റർ പത്രോസും പൗലോസും 1 പത്രോസ് 3 1-7 വനത്തിലും ഭാര്യമാരെ നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വചനം അനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് ആനയിക്കാൻ ഭാര്യമാർക്ക് കഴിയുമോ? കഴിയും. ഇപ്പോഴെന്താണ് ഭാര്യമാര് പലരും പറയുന്നത്? അത് പഴയ കാലത്തായിരുന്നു. പലരും കണ്ടോ? അതൊക്കെ 2000 വർഷത്തിന് മുമ്പാണ്. വചനത്തിന് മാറ്റമുണ്ടോ? യെശയ്യാ പ്രവചനം 40:8 യാതൊരു മാറ്റവുമില്ല വചനത്തിന്. ഭാര്യമാര് ഭർത്താക്കന്മാർക്ക് വിധേയരായി വരാത്ത കൊണ്ടാണ് പലതും തകർത്തത്. കണ്ടോ? അതാണ് എഫേസ്യർ 5:22-33 വചനത്തില് ഭർത്താക്കന്മാർക്ക്. കണ്ടോ? ഈ വചനം പലയിടത്തും ഇല്ല. കണ്ടോ? ഇല്ല. കണ്ടോ? ആ വചനം വന്നാലോ എല്ലാം നേരെയാകും. അതാണ് ദൈവത്തിന്റെ സൃഷ്ടിയിൽ തന്നെ ചെയ്തിരിക്കുന്ന. വൈദ്യ ഉൽപ്പത്തി വായത് കേട്ടില്ലല്ലോ? ഭാര്യ എങ്ങനെയാണ് സൃഷ്ടിച്ചത്? കണ്ടോ? സ്ത്രീക്ക് രൂപം കൊടുത്തു. പിന്നെ 21 തൊട്ട് പോയാല്. കാരണം ഉറക്കിക്കിടത്തിയിട്ടാണ്. അത് ആദത്തിന് നല്ല കൂർക്കം വലിച്ച ഉറക്കയാണ്. കണ്ടോ? നല്ല കണ്ണും പൊട്ടുള്ള ഉറക്കമാണ്. എഴുന്നേക്കൽ ഇടിച്ചാലും അതേപോലെ ഉറക്കി. എന്നിട്ട് ഒന്നേ അടുത്തുള്ളത്. കണ്ടോ? അത്രേ ഉള്ളു. പിന്നെ മാംസം കൊണ്ട് മൂടി. കണ്ടോ? സ്ത്രീക്ക് രൂപം കൊടുത്തത് ദൈവത്തിന് അതേ ഛായയിൽ തന്നെയാണ്. ഈ സ്ത്രീക്ക് കൃപയിലോ ദാനത്തിലോ വല്ല വ്യത്യാസം ഉണ്ടാവുമോ? ഇല്ല. ആക്ട് 11:17. ഇപ്പൊ പലയിടത്ത് ചെല്ലുമ്പോൾ പുരുഷന്മാര് പറഞ്ഞ അങ്ങനെയാണ്. സ്ത്രീകൾക്ക് കൃപ കിട്ടിയല്ല, അത് കിട്ടിയല്ല, പുള്ളിക്കാരന് കിട്ടിയില്ല, അതുകൊണ്ടാണ് അവർക്ക് കിട്ടിയതെന്ന് പറയുന്നത്. മനസ്സിലായ? അതാണ് പലരും പറയുന്നത്. പല സ്ഥലത്ത് ചെല്ലുമ്പോൾ കാണാതെ എല്ലാവരും ഒരുപോലെയാണ്. മരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ സ്വർഗത്തിലോട്ട് കയറിയാല്? എല്ലാവരും അറിയാൻ സാധിക്കുമോ? ഭാര്യയെ ഭർത്താവിനെ അന്വേഷിച്ചാർന്ന് കിട്ടുമോ? എനിക്ക് എന്റെ ഭാര്യയെ തന്നെ കിട്ടണമെന്നും പറഞ്ഞ് പിടിവാശി പിടിച്ച ഭർത്താവിനെ തന്നെ കിട്ടണമെന്ന് പറഞ്ഞാല് കണ്ടോ? അവിടെ എല്ലാം മലഖമാര് പോലെയായിരിക്കും. അതാണ് മർക്കോസ് 12
ആ 18 മുതൽ 26 വനത്തില് എല്ലാവരും ഒരുപോലെ ആയിരിക്കും. മറ്റൊരു വയല് ഉൽപ്പത്തി തന്നെ വയല് എല്ലാം മാലാഖമാരെ പോലെ ആയിരിക്കും. അവളെ അവൾക്ക് മുന്നിൽ കൊണ്ടുവന്നു. അപ്പോൾ അവൻ പറഞ്ഞു, ഒടുവിലിതാ എന്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവും. അതുകൊണ്ട് സ്ത്രീ പുരുഷന്റെ ഭാര്യയിൽ നിന്നാണ്, അതാണ് ഒന്നാണെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മത്തായി 19 3-6 വനത്തില് ഭാര്യയും ഭർത്താവും രണ്ടാണോ ഒന്നാണോ? രണ്ട് പറയണവരും ഉണ്ടാവും. അത് ഒന്നാണ്. ഫരിസേയർ അടുത്തിയെന്ന് അവരെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, എന്തെങ്കിലും കാരണത്താൽ ഒരുവൻ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? അവൻ മറുപടി പറഞ്ഞു, ക്രിസ്താവ് ആദ്യം മുതലേ അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവെന്നും ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും. അവർ ഇരുവരും ഏക ശരീരമായി തീരും എന്ന് അവർ അരുളി ചെയ്തിട്ടുണ്ടെന്നും നിങ്ങൾ വായിച്ചിട്ടില്ലേ? കണ്ടോ? ഏക ശരീരമായി തീരുമെന്ന് സഭപ്രസംഗം 4:9-11 വനത്തിൽ പറയുന്നത്. ഈ രണ്ട് വരുന്നത് കൊണ്ടാണ് ഈശോയും 2 എണ്ണത്തിനെ വിടണത് എവിടെയെങ്കിലും. കണ്ടോ? രണ്ടുപേർ ഒരാളേക്കാൾ മെച്ചമാണ്. കാരണം അവർക്ക് ഒരുമിച്ച് കൂടുതൽ ഫലപ്രദമായി അധ്വാനിക്കാൻ കഴിയും. കണ്ടോ? 2 പേർ കൂടുന്നത് കൂടുതൽ ഫലപ്രദമാണെന്ന്. അവരിൽ ഒരുവൻ വീണാൽ അവരിൽ താങ്ങാൻ കഴിയും. കണ്ടോ? ഒരാള് വീണാൽ മറ്റേ ആള് താങ്ങാൻ കഴിയും. 2 കൂടി വീണാലോ ആ ഒരുപോഴത്തെ വീഴ്ചയാണ്. ആ വീഴ്ച ഭയങ്കരമാണ്. കണ്ടോ? അതാണ് എവിടെയാണ്? മത്തായി 7:26 ആ വീഴ്ച വലിയ വീഴ്ചയാണെന്ന്. ലൂക്കാ 11:26 വലിയ വീഴ്ചയാണ്. കണ്ടോ? 1 പോയി 7 വരണമെന്നൊക്കെ പറഞ്ഞതാണ്. ഇനി വായത് രണ്ടുപേർ ഒറ്റയ്ക്കിരിക്കുന്നവൻ വീണാൽ താങ്ങാൻ ആരുമില്ല. അവന്റെ കാര്യം കഷ്ടമാണ്. രണ്ടുപേർ ഒരുമിച്ച് കിടന്നാൽ അവർക്ക് ചൂട് കിട്ടും. കണ്ടോ? ഇതെല്ലാം ദൈവവചനമാണ്. പിന്നെ തനിച്ചായാൽ എങ്ങനെ ചൂട് കിട്ടും? കണ്ടോ? ചോദ്യമാണ്. ഇതുകൊണ്ടാണ് ഈശോ വിട്ടത് ഈ 2 പേരെയാണ്. ലൂക്കാ 10:1-8